ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി ശിവാനി സത്യങ്ങൾ കണ്ടുപിടിക്കുന്ന ആ ഒരു എപ്പിസോഡാണ് കേട്ടോ ഇന്ന് നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത്. അങ്ങനെ പാറു വന്നിട്ട് ഓടി വന്ന് ഇങ്ങനെ നിധിയോട് പറയാണ്, നിധി, ശിവാനി എനിക്ക് പിന്നിൽ ഉണ്ടായിരുന്നു. ഞാൻ ആ കാരുണ്യയിലെ ആ മാനേജറുമായി സംസാരിക്കുമ്പോൾ അയാളുമായി സംസാരിക്കുന്ന സമയത്ത് അവൾ ഒരു മൊബൈലിൽ എന്റേതെല്ലാം പകർത്തി ഞാൻ സംസാരിക്കുന്ന ആ സംഭാഷണം മുഴുവൻ, എന്നിട്ട് ഞാനത് ഇങ്ങനെ ബാത്റൂമിൽ ഇട്ട് പോന്നു എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. എന്നാൽ ഇനി അവളെ പേടിക്കേണ്ടതുണ്ട്. അയാൾക്കാണെങ്കിലോ ഡൊണേഷൻ കൊടുത്തിട്ടില്ല. എന്തായാലും അവളിപ്പോ പിറകെ വരുന്നുണ്ടാവും. ഇനി എന്തായാലും ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ നീക്കാൻ. ഗൗതമിനെ കുറിച്ചുള്ള രഹസ്യം അവൾ ഒരിക്കലും അറിയാൻ പാടില്ല. ഈ കുടുംബത്തെ തകർക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ നിർമ്മലയും പറയാൻ ശരിയാണ്, അറിയാൻ പാടില്ല എന്ന് പറയാൻ കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി. അപ്പോ ഇവിടെ ഇങ്ങനെ ഗൗതമിന്റെ അടുത്ത് നിന്നും 10 ലക്ഷത്തിന്റെ ഒരു ചെക്ക് നിധി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടാവും. ഇതാ ഞാനിത് വാങ്ങിയിട്ടുണ്ട്, എന്തായാലും അനാഥ മന്ദിരത്തിലോട്ട് കൊടുക്കാനാന്ന് പറഞ്ഞപ്പോ ഗൗതം 10 ലക്ഷം എഴുതി തന്നിട്ടുണ്ട്, നമുക്കത് കൊടുക്കില്ലേ എന്നൊക്കെ പറയുമ്പോൾ ആ ശരി കൊടുക്കാം. പക്ഷെ ഇവിടെ ഈ വീട്ടിൽ നിന്നും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അവളുടെ നിരീക്ഷണം ഉണ്ടാവും. അത് കേട്ട ഉടൻ തന്നെ നിർമ്മല പറയണ, ഇത്രയും നേരം നിങ്ങൾ എന്താ റൂമിൽ നിന്ന് പുറത്തിറങ്ങാത്തതെന്ന് അറിയാൻ വേണ്ടി ശിവാനി ഇവിടെ നിൽക്കുന്നുണ്ടാവും. ഇപ്പൊ അവളെ അങ്ങ് മേലെ കയറി പോയിട്ടുള്ളൂ എന്ന് പറയണ. അപ്പൊ അത് കേൾക്കുന്ന പാറു പറയണ, ഈശ്വര പെട്ടല്ലോ, അവള് നമുക്ക് പിറകിൽ തന്നെയാണ്, നിധി ഇനി എന്ത് ചെയ്യുമെന്ന് പറയാം. അപ്പൊ നിധി പറയണ, അവൾ എവിടെയൊന്ന് പോയി നോക്ക്, എന്നിട്ട് മതി ബാക്കി കാര്യം എന്ന് പറയണേട്ടാ. അങ്ങനെ ഈ നിധി പറഞ്ഞത് പ്രകാരം നിർമ്മല ശിവാനി എവിടെയെന്ന് പോയി നോക്കുകയാണ്. അങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോകുമ്പോ നിർമ്മലക്ക് കയറാൻ പറ്റുന്നില്ല, അവിടെ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ പാറു ചോദിക്കുന്നത് എന്താ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയമാവുന്നെന്ന് പറയണ്ട. അപ്പൊ ഇനി ഭയക്കാതെ ഇനി പോയെന്ന് ഇങ്ങനെ നിധി പിന്നീട് നിർമ്മലയോട് പറയാം. അങ്ങനെ നിർമ്മല പേടിച്ച് അങ്ങ് ശിവാനിയുടെ റൂമിൽ ചെല്ലുമ്പോൾ ശിവാനിയാണെങ്കിലും മുഖമൊക്കെ ഇങ്ങനെ ഫേസൊക്കെ കഴുകി വന്നിട്ട് പെട്ടെന്ന് തന്റെ മേക്കപ്പ് ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നിർമ്മല കാണാനായിട്ട് ആശ്വാസമായി എന്ന് പറയണേ. അങ്ങനെ നിർമ്മല താഴോട്ട് ഇറങ്ങുന്നതിനിടയ്ക്ക് പെട്ടെന്ന് അവിടെ ഡോറിന്റെ മുകളിൽ ചാവിരിക്കുന്നത് കാണുകയാണ്. അത് കാണുന്നതിനോട് കൂടി നിർമ്മലക്ക് ഒരു ബുദ്ധി തോന്നാണ്, തീർച്ചയായും ഇവരെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്, അതുകൊണ്ട് തന്നെ ഈ രഹസ്യങ്ങൾ പുറത്തു വരാൻ പാടില്ല, അതുകൊണ്ട് ഇവളെ ഈ റൂമിലിട്ട് പൂട്ടാമെന്ന് പറഞ്ഞിട്ട് പതുക്കെ ചാരിയിട്ട് റൂമങ്ങ് ഡോർ ലോക്ക് ചെയ്യാണ് കേട്ടോ ശിവാനിയുടെ. പക്ഷെ ശിവാനി മേക്കപ്പിലായതുകൊണ്ട് തന്നെ ശിവാനി ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നീട് നിർമ്മല താഴെ വന്നിട്ട് നിധിയോട് പറയാണ്, എന്തായാലും നിങ്ങൾ പോയിക്കോളൂ, എന്താ ഇത്ര ലേറ്റ് ആയി എന്ന്. അപ്പോഴേക്കും നിധി ചോദിക്കുന്നുണ്ട് കേട്ടാ, അതെ ഞാൻ അവളുടെ റൂം പുറത്തു നിന്ന് പൂട്ടിയിട്ടുണ്ട്, ഇനി അവള് വരത്തില്ല, നിങ്ങൾ പോയിക്കോളൂ എന്നൊക്കെ ഞാൻ പറയാൻ കേട്ടോ. അപ്പൊ അത് കേട്ടോടെ തന്നെ ഒരു സമാധാനമൊക്കെ ആവാണ് ഇവർക്ക്. അങ്ങനെ ഇവര് ഇങ്ങനെ ഗേറ്റ് തുറക്കണം. ഈ ഗേറ്റ് തുറക്കുന്ന ശബ്ദം ശിവാനിയുടെ ചെവിയിൽ കേൾക്കണം കേട്ടോ. ഇതെന്താ ഗേറ്റ് തുറക്കുന്നു, ഇനിയിപ്പോ അവര് എങ്ങോട്ടെങ്കിലും പോവാണ്, ആ കാരുണ്യയിലോട്ടാണ് അവർ പോകുന്നത്, എന്തായാലും അവരെ ഫോളോ ചെയ്ത് പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ജനലിനുള്ളിലൂടെ എത്തി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച നിധിയും ഈ പറയുന്ന പാറും തന്നെയാണ് ഇട്ട് പോകുന്നത്. അപ്പോഴേക്കും ശിവാനി തന്റെ കഥക് തുറക്കാൻ നോക്കുമ്പോൾ ശിവാനിയുടെ കഥക് പുറത്ത് നിന്ന് ആരോ പൂട്ടിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നല്ല ആ ഒരു പ്രതിസന്ധിയെ ശിവാനി ആവാണ്. എന്നാൽ ഈ സമയം കാരുണ്യയിൽ പോയിട്ട് ഇവര് പൈസ ഒക്കെ കൊടുത്തിട്ട് മാനേജറോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും. പിന്നീടാണെങ്കിൽ ശിവാനി കാരുണ്യയിൽ വന്നിറങ്ങുന്ന ആ ഒരു രംഗാണ് കേട്ടോ. അങ്ങനെ കാരുണ്യയിലെ മാനേജർ എവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അവിടെ നിൽക്കുന്ന ആളുകളോട്. അപ്പോൾ ഉടൻ തന്നെ അതിനുള്ളിൽ ഉണ്ട് എന്ന് പറയണേ. പിന്നീട് മാനേജറുടെ അടുത്തോട്ട് ചെല്ലാണ്. അങ്ങനെ അയാളോട് ഞാൻ എന്ന് പറയുമ്പോഴേക്കും ഇതാണ് പാറു പറഞ്ഞ നിധി പറഞ്ഞ ആ ഒരു നിധിയുടെ, അതായത് ഇപ്പോഴത്തെ മരുമകൾ, ചെറിയ മരുമകൾ എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കണം കേട്ടോ. എന്താ എന്നെ വിളിക്കാൻ ഒരു മടി, എനിക്ക് മനസ്സിലായി, ഇതിനു മുന്നേ എന്നെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടാവും ഇവിടെ. അങ്ങനെ അയാളുടെ അടുത്തോട്ട് എത്തിട്ട് പറയാണ്, ഞാൻ ആരാണെന്ന് മനസ്സിലായി. തീർച്ചയായും നിങ്ങളെ മനസ്സിലായി, പാറുവിന്റെ ചെറിയ മരുമകളല്ലേ, പ്രണവിന്റെ ഭാര്യയല്ലേ, അതേ എന്ന് പറയണ്ട. അമ്പട എന്നെ കുറിച്ച് ഇവിടെ എല്ലാ സത്യങ്ങളും ഇവരിവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, ഇനി സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യണം എന്നിങ്ങനെ ശിവാനി ചിന്തിക്കുകയാണ്. അങ്ങനെ ശിവാനി പറയണേ, ഞാനിങ്ങോട്ടേക്ക് വന്നത് ഇവിടെ ഇപ്പൊ എന്തോ ഒരു അനാഥ മന്ദിരം പുതുതായി പണിയുന്ന അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു കേട്ടു, അപ്പൊ അതിലോട്ട് സംഭാവന ചെയ്യാനാണ്. അത് കേട്ടോട് തന്നെ മാനേജർ പറയാണ്, സംഭാവന ഒന്നും വേണ്ട, 10 ലക്ഷം രൂപ ഇപ്പൊ ഇങ്ങോട്ടേക്ക് തന്നിട്ടുണ്ട്, അതൊന്നും ഒന്നും വേണ്ട, നിങ്ങൾ വെക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. അപ്പൊ ശിവാനിയെ പറഞ്ഞു വിടുകയാണ്. അപ്പൊ ശിവാനി കൊള്ളം, ഇയാളെ പഠിച്ച കൊള്ളനാണ് എന്നും പറഞ്ഞിട്ട് ഡോറിന് പിറകിൽ നിൽക്കുമ്പോൾ അയാളാണെങ്കിലും നെഞ്ചത്ത് കഴിവെക്കാണ്. ഈശ്വര രക്ഷപ്പെട്ടു, ഇങ്ങനെ ഒരു മരണത്തെ ഇവിടെ നിന്ന് പെട്ടെന്ന് പറഞ്ഞേക്കാൻ എനിക്ക് പറ്റിയല്ലോ എന്ന് പറയുന്നത് ശിവാനി കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ശിവാനി നോക്കുന്ന ഇയാള് കാണുകയാണ്, അയ്യോ ഞാൻ കാണിക്കുന്നത് ഇവള് കണ്ടാണാവോ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് ശിവാനി അവിടെ നിന്ന് എന്ത് ചെയ്യും, ഇനിയിപ്പോ എന്തായിരിക്കും ഇവരുടെ രഹസ്യം. 30 വർഷത്തെ കുറിച്ചിട്ടുള്ള എന്തോ ഒരു രഹസ്യമാണ്. 30 വർഷം എന്ന് പറയുന്നത് ഗൗതമിന് 30 വയസ്സാണ്. ഇനിയിപ്പോ ഗൗതമിനെ കുറിക്കുന്ന എന്തെങ്കിലും രഹസ്യമാണോ, ഇനിയിപ്പോ ഗൗതം അവരുടെ മകന് അല്ലായിരിക്കുമോ, എന്തൊക്കെ ദുരൂഹത ആ വീട്ടിൽ ചെന്നത് മുതൽ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ തീർച്ചയായും അത് തന്നെയായിരിക്കും എന്നും കരുതിയിട്ട്
അവിടെ നിന്നും ശിവാനി ഇങ്ങനെ അറിയാൻ എന്താ വഴി, എന്താണ് ഇപ്പൊ ചെയ്യുക, ഇവിടുത്തെ റെക്കോർഡ്സിലൊന്ന് കയറാൻ പറ്റിയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ അപ്പുറത്തെ റൂമിൽ നിന്നും അവിടെ പണിയെടുക്കുന്ന ഒരു ഭാര്യയും ഭർത്താവുമാണ്. അവര് ഒരു ഇങ്ങനെ സംസാരിക്കണം, നിങ്ങൾ മനുഷ്യ വേഗം എടുക്ക്, ഈ സാധനങ്ങൾ ആ മാനേജറും ഉണ്ട്, ആ പെണ്ണും അവിടെ ഉണ്ട്, ആ സ്റ്റാഫും ഉണ്ട്, അവരുടെ കണ്ണിൽ പെടാതെ നിങ്ങൾ പെട്ടെന്ന് ഇവരെ കൊണ്ടുവച്ചിരിക്കുന്ന സാധനങ്ങൾ കൊണ്ടുപോയിക്കോ, ഇതിലിത്ര ചാക്കും, ഇതിലിത്ര അരികളുണ്ട്, വേറെ സാധനങ്ങൾ ഇതാ, ഇതൊക്കെ കറിക്ക് കൊണ്ടുവന്ന പൊടികളാണ്, മസാലപ്പൊടികളാണ് എന്നൊക്കെ പറഞ്ഞ് അത് ചാക്കിലാക്കുന്നത് ഇങ്ങനെ കാണാനായിട്ട് ശിവാനി. പിന്നീട് ശിവാനി ഒന്നും നോക്കില്ല, തൻ്റെ മൊബൈലിൽ ഈ ഒരു രംഗം പകർത്താണ്. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, അവരുടെ ഭർത്താവിനെ ഇതൊക്കെ ചാക്കിലാക്കിയിട്ട് അവരുടെ ഭർത്താവിനെ പറഞ്ഞയച്ച് കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ശിവാനി ഇത് മൊബൈലിൽ പകർത്തുന്നത് ആ സ്ത്രീ കാണാൻ കേട്ടോ. ഈശ്വര എന്ന ഭാവത്തിൽ ഞെട്ടി നിന്നിട്ട്, നിങ്ങൾ എന്താ ഇവിടെ, നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം, നിങ്ങൾ പുറത്തു നിന്ന് വന്ന ആളല്ലേ, എൻ്റെ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ എന്ന് പറയുമ്പോൾ, അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം കണ്ടെത്താൻ കഴിഞ്ഞു, നിങ്ങൾ ഇവിടെ അനാഥ മന്ദിരത്തിലോട്ട് കൊണ്ടുവരുന്ന ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് തള്ളുകയാണല്ലേ, എന്നാൽ നിങ്ങളെ ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ പിടിച്ചു കൊടുക്കും, എത്ര കൊല്ലം ജയിലിൽ കിടക്കുന്ന അറിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ, കുട്ടി നിനക്ക് എന്താ വേണ്ടത്, ഞങ്ങൾ പാവങ്ങളാണ്, എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു പോയിക്കോട്ടെ, നിനക്ക് എന്താ വേണ്ടത്, എന്നാൽ നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യുമോ, എന്ത് ഉപകാരം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം, എന്നാൽ നിങ്ങൾ ഇവിടുത്തെ റെക്കോർഡ്സുകളൊക്കെ ഇരിക്കുന്ന റൂം ഏതാ, അത് ആ ഇരിക്കുന്ന റൂമാണ്, എന്നാൽ എനിക്ക് അതിനുള്ളിൽ കയറണം. അയ്യോ അതൊന്നും നടക്കില്ല, ഇവിടുത്തെ മാനേജർ ഉണ്ട്, ആ പെണ്ണ് അവിടെ ഇരിക്കുന്നുണ്ട്, അവളൊക്കെ ഉള്ളപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ, നിങ്ങളത് എടുത്തു തന്നില്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും, ഇന്നത്തോടു കൂടി ജോലിയും പോവും, പോലീസുമായി എല്ലാം ആയി, പിന്നെ നിങ്ങളുടെ കുടുംബം എങ്ങനെ പോകുന്നു നിങ്ങൾക്ക് പറയാൻ കഴിയില്ലല്ലോ, ഇല്ല എന്ന് പറയുന്നു. അത് കേട്ട ഉടൻ തന്നെ ഞാൻ എന്താ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് അവര് ആ താക്കോൽ എടുക്കാൻ പോകട്ടെ. എന്നിട്ട് താക്കോൽ എടുത്തിട്ട് ശിവാനിയുടെ കൈകളിൽ കൊടുക്കുകയാണ്. അപ്പൊ ശിവാനി ഉടൻ തന്നെ, എനിക്കെന്തിനാ ഈ താക്കോല്, എനിക്ക് താക്കോലിന്റെ ആവശ്യമില്ല, നിങ്ങൾ തന്നെ തുറക്കുക എന്ന് പറയണേ. അങ്ങനെ അവര് തുറക്കുകയാണ്. അങ്ങനെ ശിവാനി പറയണേ, നിങ്ങൾ ഇവിടെ നിന്നാൽ മതി, ഞാൻ എന്തായാലും പോയി നോക്കട്ടെ, കുട്ടി ഒന്ന് പെട്ടെന്ന് വേണം, എന്താണെങ്കിലും എന്നെ ബുദ്ധിമുട്ടിക്കരുത്, ഇവിടെ എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പൊരുത്തപ്പെടുന്നു, എനിക്ക് പേടിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു സൈഡിലായിട്ടാണ് അവിടെ പിയാറോ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ത്രീ അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ശിവാനി അതിനുള്ളിലോട്ട് കയറുകയാണ്. ആ റെക്കോർഡ്സുകൾക്കുള്ളിലോട്ട് കയറുമ്പോൾ, ഈശ്വര 30 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള റെക്കോർഡ് അതെവിടെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, ഞാൻ എങ്ങനെ അത് കണ്ടെത്തും, എനിക്ക് എങ്ങനെ അത് കണ്ടെത്താൻ കഴിയും, എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കണം കേട്ടോ. അപ്പോഴാണ് ഒരു സൈഡിലോട്ട് ഇങ്ങനെ 30 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു ഫയൽ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അതൊക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൽ കാണുന്നു ഗൗതമിന്റെ ആ ഒരു രഹസ്യമായിട്ട് ഗൗതം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ അത് മറിച്ച് നോക്കുമ്പോൾ തീർച്ചയായും ഗൗതമിനെ ദത്തെടുത്തത് ഈ പറയുന്ന ഇപ്പോഴത്തെ അമ്മ ഉണ്ടല്ലോ പാറു, അവരും അവരുടെ ഭർത്താവുമാണ്. അപ്പൊ ഇത് കാണുന്നതിനോടുകൂടി ഈശ്വര ഇത്രയും പെട്ടെന്ന് എൻ്റെ മുന്നിൽ ഈ ഒരു പേപ്പർ കാണിച്ചു തന്നല്ലോ, ഗൗതമിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇപ്പൊ ദത്തെടുത്ത ആളുടെ പേര്, ഗൗതമിന്റെ പഴയ അമ്മയുടെ പേര്, അതായത് യഥാർത്ഥ അമ്മയുടെ പേര് എല്ലാം കാണുമ്പോൾ ശിവാനിക്ക് ഒത്തിരി സന്തോഷമാവാനായിട്ട്. എടി നിധി, എടി ഗൗതം, നിങ്ങൾ ആ വീട്ടിൽ നിന്ന് അടിച്ചെടുക്കാനുള്ള ഏറ്റവും വലിയ ഒരു ആയുധമാണ് എൻ്റെ കയ്യിൽ കെട്ടിയിരിക്കുന്നത്. പാറുവിന് ആകെ എൻ്റെ പ്രണവ് മാത്രമുള്ള ആൺകുട്ടിയായിട്ട് പിന്നീട് യാമിനിയാണ്. എന്തായാലും നിങ്ങളെ ഞാൻ ആ വീട്ടിൽ നിന്ന് അടിച്ചെടുക്കും, അതിനുള്ള വഴിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, വെറുതെ വിടത്തില്ല എന്നും പറഞ്ഞിട്ട് ശിവാനി നിറപുഞ്ചിരിയോടുകൂടി അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ആ വഴി മാനേജർ വരുന്നത്. ആരാണ് ഈ റെക്കോർഡ്സ് തുറന്നിട്ടിരിക്കുന്നത്, എനിക്കറിയത്തില്ല, ഇനി എന്തിനാ പിന്നെ ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് പിയാറോ അവരോട് ഭയങ്കര മോശമായി ചൂടാവാനായിട്ടാ പിയാറോട്. അപ്പൊ ഇവിടെ നിന്ന് ലേഡീസ് സ്റ്റാഫ് പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല, ഇതിൽ ഒരുപാട് ആളുകളുടെ രേഖയാണ്, ഇവിടുന്ന് പോയവരുണ്ട്, ദത്തെടുത്തവരുണ്ട്, സ്വന്തം അമ്മയുണ്ട്, അങ്ങനെ പലതും. ആ രേഖകളൊക്കെ മറ്റുള്ളവർക്ക് കൈക്കുള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാവും, അത് ഉണ്ടാവാതിരിക്കാനല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട് ഈ പറയുന്ന നിധിയും ശിവാനി കേട്ടോ. പിന്നീട് നിധിയെയും അതുപോലെ നിധിയാണ് കാണിക്കുന്നത്. നിധി തന്റെ റൂമിൽ ചെന്നിട്ട് ഇത് ഗൗതമിന്റെ യഥാർത്ഥ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്, ഇതെന്തായാലും ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ പാറുവിന്റെ റൂമിൽ നിന്ന് അന്ന് അടിച്ചു മാറ്റിയതാണ്, എന്നിട്ട് അമ്മേ എന്ന് പറഞ്ഞിട്ട് പാറു ആന്റി എന്ന് പറഞ്ഞിട്ട് പാറു ആന്റിയുടെ അടുത്തോട്ട് ചെല്ലാൻ കേട്ടോ. അപ്പൊ പാറു എന്താ എന്ന് ചോദിക്കുമ്പോ, ഇത് ഗൗതമിന്റെ യഥാർത്ഥ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്, ഇതിൽ വേറുള്ളതുമുണ്ട് അതുപോലെ എന്നൊക്കെ പറയുമ്പോൾ, അത് ഇതിങ്ങനെ നിനക്ക് ഇത് നിന്റെ കൈകളിൽ കിട്ടി, എനിക്ക് കിട്ടി, എന്തായാലും അമ്മ വെച്ചിരുന്നത് സേഫായ ഒരു സ്ഥലത്തല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ കൈകളിൽ ഇത് കിട്ടി, അതുപോലെ ശിവാനിയുടെ കൈകളിൽ കിട്ടിയ ഞാൻ പറയേണ്ടതില്ലല്ലോ, അയ്യോ ഈശ്വര അവളുടെ കൈകളിൽ കിട്ടിയ എന്റെ കുടുംബം പിന്നെ എന്റെ ഗൗതം അവന് എനിക്ക് നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഇത് ലോക്കറിൽ കൊണ്ടുവെക്കാൻ നോക്കി. ഇനിയിപ്പോ അവള് പരിശോധന തുടരും, അതുകൊണ്ട് ഇത് ലോക്കറിൽ
ലോക്കറിലോട്ട് പോട്ടെ എന്ന് പറയാൻ കേട്ടോ. അപ്പൊ ഉടൻ തന്നെ അവിടെ നിന്ന് പാറു നീങ്ങുമ്പോ എങ്ങോട്ടാ ലോക്കറിൽ കൊണ്ടുപോകുന്നത് എന്ന് ഗൗതം ചോദിക്കാണ്. ഗൗതം അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഇവർ രണ്ടുപേരും ഞെട്ടാണ്. കാരണം ഗൗതമിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് കാണുന്നത്. ഉടൻ തന്നെ ഗൗതം ഇത് കേൾക്കുന്നുണ്ട്. എന്താ നിങ്ങൾ എന്താ ഇത്ര ഇവിടെ പറഞ്ഞത്? എന്ത് സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്? അത് കേൾക്കുന്ന നിധിക്കും ഈ പറയുന്ന പാറുവിന് മറുപടി പറയാൻ പറ്റുന്നില്ല. നിങ്ങളോടല്ലേ ചോദിച്ചത്, ഇത് എന്താണ്? അത് കേൾക്കുന്ന പാറു തപ്പിപ്പിടിച്ച് അത് പിന്നെ എന്ന് പറഞ്ഞിട്ട്, എന്താ പാറു ഒരു കള്ളത്തരം, പാറുവിന്റെയും നിധിയുടെയും മുഖത്തൊരു കള്ളത്തരം ഉണ്ടല്ലോ, എന്നോട് തുറന്ന് പറ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഫയലങ്ങ് നോക്കണിട്ടാ. അപ്പോഴേക്കും പാറു പറയാണ് ഇത് ഇൻഷുറൻസിന്റെ ആ ഒരു ഫയലാണ് എന്ന് പറയുന്നിട്ടോ. ഇൻഷുറൻസിന്റെ ഫയലാണെങ്കിൽ എന്തിനാണ് ഇത്ര പാറുവിനായിട്ട് ഇത്ര ടെൻഷൻ? അപ്പൊ അതിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട്, മര്യാദക്ക് പറഞ്ഞോ എന്ന് പറഞ്ഞ് വീണ്ടും ആ ഒരു ലെറ്റർ കൈകളിൽ നിന്ന് വാങ്ങാനായിട്ടാ. അങ്ങനെ ഈ സമയം കൈകളിൽ നിന്ന് നിധി അത് വാങ്ങിയിട്ട്, എന്തിനപ്പോ ഇത് നീ നോക്കുന്നത് ഗൗതം? വെറുതെ ഇത് നോക്കണ്ട, പാറുവിന് വിശ്വാസമില്ലാത്ത. പാറു പറഞ്ഞില്ലേ അത് ഇൻഷുറൻസിന്റെ ആണെന്ന്. അപ്പൊ ഇത് കേട്ട ഉടനെ എന്നിട്ട് ഗൗതം പറയാം, എന്തിനിപ്പോ ഞാൻ ഇത് നോക്കുന്നത്, നിനക്കെന്താ കുഴപ്പം? ഞാനൊന്ന് മറിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് മറിച്ച് നോക്കാൻ വീണ്ടും ഒരുങ്ങാണ്. അപ്പൊ ഉടനെ തന്നെ നിധി പറയണേ, നിനക്കെന്താ പാറുവിന് വിശ്വാസമില്ലാത്തതുപോലെ ഗൗതം? നിനക്ക് പാറുവിന് വിശ്വാസമില്ലേ? ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ പാറു ആന്റി, നിങ്ങളുടെ ഭർത്താവ് ഉണ്ടല്ലോ സിംഗപ്പൂർ കിടക്കുന്ന, അവരോടൊക്കെ എന്തെങ്കിലും ഡൗട്ടുമായി വരിക. ഇവിടെ ഗൗതം ജോലി കഴിഞ്ഞ് എത്തിയതുള്ളൂ. അപ്പോഴേക്കും ഗൗതമിനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ടെൻഷൻ ആകുന്ന, എന്താ ഈ സർട്ടിഫിക്കറ്റ് എവിടെ വെച്ച് കൊണ്ടുവച്ചെന്ന് പറയണ്ട. അപ്പൊ അതില് യഥാർത്ഥ അമ്മയുടെ പേര്, നിർമ്മലയുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് അതിലുണ്ട്. അതുപോലെ തന്നെ പിന്നീട് ദത്തെടുത്തതിന് ശേഷം ഗൗതമിന്റെ ഇപ്പോഴത്തെ അച്ഛനമ്മമാരുടെ പേരും അതിലുണ്ട് കേട്ടോ. അങ്ങനെ ശിവാനി ഇനി എല്ലാ സത്യങ്ങളും അറിയാണ്. ഇനി ശിവാനി ഒരു നാടകം നടത്താൻ അവിടെ നോക്കും, പക്ഷെ അതൊന്നും വില പോവില്ല കേട്ടോ.